എല്ലാവർക്കും നമസ്കാരം. എന്റെ പേരിന്റെ മുന്നിൽ അഡ്വക്കേറ്റ് എന്ന വാക്കില്ല. എന്റെ പേരിന് ശേഷം MLA എന്നുള്ള സ്ഥാനവുമില്ല. സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു വ്യക്തിയാണ് ഞാൻ. ഇത് ഞാൻ പറയാൻ കാരണം അഡ്വക്കേറ്റ് യു പ്രതിഭ MLAയുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗം ഒന്ന് കേട്ടിട്ടാവാം ബാക്കി കാര്യങ്ങൾ. കുടുംബശ്രീയില് BJP. കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുട്ടിയാണ് കുടുംബശ്രീ. ഇടതുപക്ഷം കൊണ്ടുവന്നതാണ് കുടുംബശ്രീ. ആലപ്പുഴയിലാണ് അതിന്റെ ജനനം. ഒരു പിടി അരി എടുത്തുകൊണ്ട് 10 സ്ത്രീകൾ അവരുടെ വീട്ടുമുറ്റത്തിരുന്ന് രൂപീകരിച്ച സംരംഭമാണ് സഖാവ് VK നായനാരുടെ കാലത്ത്. അതാണ് കുടുംബശ്രീ. എന്നാ കുടുംബശ്രീ പറയാം ഞങ്ങൾ കോൺഗ്രസ്, ഞങ്ങൾ BJP, ഞങ്ങൾ മറ്റേ പാർട്ടി. നിങ്ങളെല്ലാം ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം എന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിയല്ല പറയുന്നത്. ശരിയുടെ പക്ഷത്ത് നിന്ന് അടുക്കളയിൽ, ഞാനത് കേട്ടു ഇവിടെ ആരോ പ്രസംഗിക്കുന്ന, അടുക്കളയില് 3 നേരം ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് ബാക്കി വരുന്നത് മാത്രം കഴിച്ച് അടുപ്പൂതി കഴിഞ്ഞിരുന്ന കേരളത്തിലെ ശരാശരി ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയെ ഇന്ന് സമൂഹത്തിലെ നവകേരളത്തിലെ സ്ത്രീയാക്കി മാറ്റിയതില് കുടുംബശ്രീക്ക് ചെറിയ പങ്കൊന്നുമല്ല. തന്നെ ഒരു ദിവസം വന്നതല്ല, കാലങ്ങളായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പറയണ കാര്യങ്ങള്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറയണ കാര്യങ്ങള്. കുടുംബശ്രീ തുടങ്ങിയത് ആലപ്പുഴയിൽ വെച്ചാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്റെ പേരിന്റെ മുന്നിൽ അഡ്വക്കേറ്റും ഇല്ല, എന്റെ പേരിന് ശേഷം MLA എന്നുമില്ല. സാധാരണക്കാരിലെ ഒരു വ്യക്തിയാണ്, സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. എന്നാലും എന്റെ ചെറിയൊരു അറിവ് വെച്ച് 1998 മലപ്പുറത്ത് വെച്ചിട്ടാണ് സഖാവേ ഈ കുടുംബശ്രീ ഉദ്ഘാടനം നടത്തി സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ ആലപ്പുഴയിൽ വെച്ചല്ല. നിങ്ങൾ പറയണത് കണ്ണടച്ചു മിഴുങ്ങി തലയാട്ടണ ഒരു സഖാക്കൾ ഉണ്ടായിരിക്കും, പക്ഷെ പൊതുജനങ്ങൾ അതിൽ പെടില്ല. അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ഒന്ന്, കുടുംബശ്രീ തുടങ്ങിയത് ആലപ്പുഴയല്ല, അത് മലപ്പുറം ജില്ലയിലാണ് 1998. പിന്നെ രണ്ടാമത് അഡ്വക്കേറ്റ് യു പ്രതിഭ MLA പറയണ കേട്ടു, കുടുംബശ്രീയിൽ ഇപ്പോൾ BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്. കുടുംബശ്രീയിൽ വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാന്ന് ചോദിച്ചാൽ BJP എന്ന് പറയും, അല്ലെങ്കിൽ UDF എന്ന് പറയും, കോൺഗ്രസ് എന്ന് പറയും എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കുടുംബശ്രീ നടത്താനുള്ള ഫണ്ട്, അതിലേക്ക് കുടുംബശ്രീയിൽ വർക്ക് ചെയ്യണ സ്ത്രീകൾക്ക് കൊടുക്കണ ആ വേതനം പാർട്ടി ഫണ്ട് എന്നല്ലല്ലോ, ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണല്ലോ കൊടുക്കണത്. അല്ലാതെ നിങ്ങളുടെ പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുക്കണതാണെങ്കിൽ ശരി, അതില് UDFകാരും BJPക്കാരും ഒന്നും പാടില്ല, ഒക്കെ സഖാക്കൾ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ഫണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേരുമ്പോൾ അവരോട് പറയാം, നിങ്ങൾ UDFിലേക്ക് പോവാൻ പാടില്ല, കോൺഗ്രസിൽ പോവാൻ പാടില്ല, BJP പോവാൻ പാടില്ല, STPയിൽ പോവാൻ പാടില്ല. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഇതിൽ ഈ കുടുംബശ്രീയിൽ എത്ര കാലം നിങ്ങൾ വർക്ക് ചെയ്യണോ അത്രയും കാലവും നിങ്ങൾ സഖാക്കളായിരിക്കണമെന്ന് പറയാം. കാരണം പാർട്ടി ഫണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾ ഒരു ദിവസം പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന വേതനം പാർട്ടി ഫണ്ടിൽ നിന്നാണ്, സഖാക്കളിൽ നിന്ന് പിരിച്ചെടുത്ത പൈസയും കൊണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരനാവാൻ പാടില്ല, BJPക്കാരനാവാൻ പാടില്ല, നിങ്ങൾ സഖാവായി തന്നെ നിലനിൽക്കണമെന്ന് പറയാം. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് കൊടുക്കണത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. ആ നികുതി പണത്തിൽ കോൺഗ്രസ്സുകാരന്റെ നികുതി പണം ഉണ്ടായിരിക്കും, BJPക്കാരന്റെ നികുതി പണം ഉണ്ടായിരിക്കും, STPയുടെ നികുതി പണം ഉണ്ടായിരിക്കും. അല്ലാതെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റുകാരന്റെ മാത്രം നികുതി പണം കൊണ്ടുള്ളതല്ല. അത് ആദ്യം മനസ്സിലാക്കുക അഡ്വക്കേറ്റ് യു പ്രതിഭ MLA. അപ്പോൾ മനസ്സിലായല്ലോ, കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തത് 1998 മലപ്പുറത്ത് വെച്ചിട്ടാണ്, അല്ലാതെ ആലപ്പുഴയിൽ വെച്ചിട്ടല്ല. പിന്നെ കുടുംബശ്രീക്ക് വരുന്ന ഫണ്ട് ജനങ്ങളുടെ നികുതി പണമാണ്, അല്ലാതെ പാർട്ടിയുടെ ഫണ്ടല്ല. ഇത്രയും കാര്യങ്ങൾ അഡ്വക്കേറ്റ് യു പ്രതിഭ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.